ഹായ്, AK വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ തായ്ലൻഡിലെ 3ാമത്തെ ദിവസമാണ്. ഇന്നാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ദിവസം എന്നാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ പറഞ്ഞിരിക്കുന്നത്. രാവിലെ തന്നെ 600 ഏക്കർ ഉള്ള ഒരു ഗാർഡനിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടുത്തെ പേരുകളൊക്കെ ഞാൻ പിന്നെ പറയാം. സൂങ് സാങ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഒറാങ്ങൊട്ടാങ് ഉള്ള സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. എലിഫൻറ്റിൻ്റെ ഒരു പിന്നെ കളികളൊക്കെ വേറെയുണ്ട്, അവിടെ പോകുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ വൈകുന്നേരം രാവിലെ കുറേ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അതിൻ്റെയാണ് ഇച്ചിരി തണുപ്പുണ്ട് തൊണ്ടയ്ക്ക്. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഓരോ ദിവസത്തെ വീഡിയോയും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നത്തെ വീഡിയോ നല്ല സൂപ്പർ അടിപൊളി. ഞങ്ങൾ 5 സ്ഥലങ്ങളിലാണ് ഇന്ന് പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞങ്ങളുടെ വണ്ടി വന്നിട്ടുണ്ട്, ബെസ്റ്റ് ഏഷ്യ. അപ്പോൾ അത് കയറി പോവുകയാണ്. അങ്ങനെ നമ്മൾ തായ്ലൻഡിലെ ജെംസ് ഗാലറി കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഒരു വലിയ കെട്ടിട സമുച്ചയം തന്നെയാണ് ഇത് കേട്ടോ. എന്നെപ്പോലുള്ള സ്ത്രീകളുടെ മനസ്സിൽ സ്വർണം, രത്നം ഒരു ആവേശം തന്നെയാണല്ലോ. എല്ലാവർക്കും അറിയാമല്ലോ, പണ്ട് മുതലേ ഞാൻ അടിപൊളി. അതുതന്നെയാണ് ജെംസ് ഗാലറിയിൽ ചെന്നപ്പോഴും എനിക്ക് ഒരു ആവേശം ഉണ്ടായിരുന്നു. ജെംസ് ഗാലറിയുടെ ബിസിനസ് തന്ത്രവും ഒരു ഇത് തന്നെയാണ്. ഒരു രത്നക്കല്ല് ഭൂമിയിൽ നിന്നും എങ്ങനെ ഖനനം ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തുന്നു എന്ന് ആധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ കാണിച്ചു തരികയാണ് അവിടെ. നമ്മളെ ഒരു ഡ്രാമിൽ കയറ്റി ഒരു ഗുഹയ്ക്കുള്ളിലോട്ട് നമ്മളെ കൊണ്ടുപോവുകയാണ്. മൊത്തത്തിൽ വിശദീകരിച്ച് നമുക്കത് ഓരോന്നും കാണാൻ പറ്റും. ഭയങ്കര ഇരുട്ടാണ്, എന്നാലും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ ഒറിജിനൽ പണിപ്പുരയിലേക്കാണ് കടത്തിവിടുന്നത്. അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ആഭരണങ്ങളും എല്ലാം കാണാൻ എന്തൊരു ഭംഗിയാണ്. എല്ലാം നല്ല തിളക്കത്തിൽ
എന്തെല്ലാം സാധനങ്ങൾ കാണാൻ സാധിച്ചു. ഞാൻ എല്ലാം കണ്ടു, വിലയൊക്കെ ചുമ്മാ ചോദിച്ചു. അവസാനം ഒരു കുഞ്ഞു കമ്മൽ മേടിച്ചിങ്ങ് പോന്നു.
Thai baht. രൂപ പോലെ Thai baht. പിന്നെ You can pay Thai baht. Thai baht and എന്നുള്ള dollar. അതുകൊണ്ട് Or maybe you buy the loose stone. അതൊക്കെ 1,400 baht. Or you buy the loose stone. നമുക്ക് ഇട്ട് നോക്കാൻ പറ്റാത്തതുപോലെ തായ് ബാത്തുകളാണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ അവിടെ എല്ലാം നടന്നെല്ലാം കണ്ടു. അവരൊത്തിരി നിർബന്ധിച്ചു മാലയും ഒരു സെറ്റായിട്ട് എല്ലാം വാങ്ങിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയത് നോങ്നൂച്ച് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ അത് കാണാൻ വേണ്ടിയിട്ടാണ്. പട്ടായ ഗാർഡൻ എന്നും ഇത് അറിയപ്പെടും. ഇത് 500 ഏക്കറാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ അത് തന്നെ എന്നാ അടിപൊളിയാണ്. ഇവിടെ ഒന്നും ഞങ്ങൾ വണ്ടിയൊന്നും നിർത്തിയില്ല, ഞങ്ങളങ്ങ് പോവുകയാണ്. ഇതെല്ലാം കണ്ടങ്ങ് പോവുകയാണ്. പിന്നെ ഇത് കണ്ടില്ലേ, എല്ലായിടവും ആന. അത് ആനയാണ്. തായ്ലൻഡാണോ അവിടെ ആന ഉണ്ടായിരിക്കും. ഈ ഗാർഡനിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊന്നായ തായ്ലൻഡ് കൾച്ചറൽ പ്രോഗ്രാം കാണുവാനാണ് ഇപ്പം ഈ തിയേറ്റർ സമുച്ചയത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. വർണ്ണാഭമായ തായ്ലൻഡിൻ്റെ തനതായ കലാരൂപങ്ങൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ കാണുവാൻ.
അതിനുശേഷം ഞങ്ങൾ പോയത് തായ്ലൻഡിലെ എലിഫൻറ്റ് ഷോ കാണാനാണ്. അത് പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്. നാട്ടിൽ നിന്നും പോരുമ്പോൾ തന്നെ ആനകളെ എനിക്ക് ഭയങ്കര ഒരു ഭയം ഉണ്ടായിരുന്നെങ്കിലും തായ്ലൻഡിൽ വന്നപ്പോൾ അവിടുത്തെ ആനകൾ കാണിച്ചു കൂട്ടുന്ന തമാശകളും ഗെയിമുകളും സാഹസികതയും നിറഞ്ഞ അഭ്യാസങ്ങളും കാണുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. അതെല്ലാം അങ്ങ് പോയി. ആനകൾ നമ്മുടെ ആട്ടിൻകുട്ടിയെ പോലെ അവരെ മെരുക്കി കൊണ്ടുപോകുന്ന പോലാണ്. അങ്ങനെ ഇരുന്നപ്പം അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതൊന്ന് പൊടി തട്ടിയെടുത്തു. പിന്നെ ആനപ്പുറത്തൊന്ന് കയറണം. അങ്ങനെ 100 ബാത്ത്, ഏകദേശം ഇന്ത്യൻ റുപ്പീസ് 250 രൂപ കൊടുത്ത് ആനകൾ 2 ആനകൾ തുമ്പിക്കൈയിൽ എന്നെ പൊക്കിയെടുത്തു. പിന്നെ സേഫായിട്ട് താഴെ ഇറക്കി. ഒരാന തുമ്പിക്കൈ ചുരുട്ടി കൊമ്പ് കൊണ്ട് എന്നെ വീണ്ടും പൊക്കിയെടുത്തു. മറ്റേ ആന എൻ്റെ നെറ്റിയിൽ അനുഗ്രഹിക്കുകയും ചെയ്തു. എല്ലാം കൂടെ വന്ന് അവരുടെ കൂട്ടയോട്ടം, അതുപോലെ തന്നെ പന്ത് കളി, അമ്പെയ്ത്ത്, എന്നാ രസമായിരുന്നു. എന്ത് ഭംഗിയായിട്ട് അവർ നല്ല അച്ചടക്കത്തിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാം നല്ലപോലെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുകയാണ്.
സ്ഥലങ്ങൾ. കാരണം ഇവർ ചെയ്യുന്നത് വൈകിട്ടാണ്, സന്ദർശകർ പോയി കഴിഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. മറ്റേത് കുടുംബശ്രീക്കാർ പെണ്ണുങ്ങൾ തൊഴിലുകളിൽ തട്ടിയിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. നമ്മൾ നോക്കിയ കണ്ണിന് ഭയങ്കര മനോഹരമായ കാഴ്ച. രണ്ട് സൈഡിലും ഭയങ്കര കാഴ്ചയാണ്. രണ്ട് സൈഡിൽ നോക്കുക. നോങ്നുക്സ് ഗാർഡനിലോട്ട് ഞങ്ങൾ ഒരു ബഗിയിലാണ് പോയത്. അപ്പം ആ സൈഡ് വഴി കാണുന്ന രണ്ട് സൈഡിലും ഉണ്ട്. എനിക്ക് ഒരു സൈഡേ കാണാൻ പറ്റത്തുള്ളൂ. ആ സൈഡിൽ കാണുന്ന എത്ര തരത്തിലുള്ള ചെടികളാണ്. എല്ലാം ബോൾസായ് ഇനത്തിലും ഉള്ളതുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന ചെടികളാണിത്. അങ്ങ് കിലോമീറ്ററുകളോളം ഇതുണ്ട്. അത് ഇങ്ങനെ രണ്ട് സൈഡിലും ഉണ്ട്. അതാണ് നമ്മൾ ഒരു സൈഡിൽ മാത്രം പോരാ, മറ്റേ സൈഡും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ സൈഡിലെല്ലാം കണ്ടോ എന്ത് രസമായിരിക്കുന്നു. അങ്ങനെ ബഗിയിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ദിനോസർ വാലിയിലാണ്. ജൂറാസിക് കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ദിനോസറുകളുടെ അതേ രൂപസാദൃശ്യത്തിലാണ് ഈ ദിനോസറുകളെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫൈബറിലും സിമൻറ്റിലും നിർമ്മിച്ചിരിക്കുന്ന ഈ ദിനോസറുകൾ എന്ത് വലിപ്പത്തിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആദ്യം കണ്ടാൽ തന്നെ ഭയം തോന്നും. നമ്മൾ ദിനോസറുകളുടെ യുഗത്തിൽ എത്തിപ്പെട്ടോ എന്ന് തോന്നി പോകുന്ന രീതിയിൽ. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെല്ലാം ധാരാളം ഫോട്ടോകൾ എടുക്കുന്നുണ്ട്. ഏത് രീതിയിൽ എങ്ങനെ എടുക്കണം. ഞാനും കുറേ ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ എന്തെല്ലാം തരത്തിലാണ് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി ദിനോസറുകൾ. അത് പാറയുടെ മണ്ടയെ കൊത്തി വെച്ചിരിക്കുന്നു. ഏറ്റവും വലിയ സൈസ് മുതൽ ഉണ്ട്. അതുപോലെ തന്നെ പാലത്തിൽ നമ്മൾ അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ കയറി നിന്ന് നോക്കുമ്പം ദൂരെ ആയിട്ട് നല്ല മനോഹരമായിട്ട് അവിടെ നിർമ്മിച്ചിരിക്കുന്ന ദിനോസറുകളെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. അടുത്ത ഞങ്ങൾ കാണാൻ പോകുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. അതുകൊണ്ട് ഒരു സുന്ദരി എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ നിൽപ്പുണ്ട്. ഞങ്ങളെ ഒരു ബോട്ടിൽ കയറി. ആദ്യം കയറാനൊക്കെ ഭയങ്കര പാടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഈ ബോട്ടിൽ കുറേ ദൂരം അങ്ങ് ചെന്ന് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒഴുകിയ ഒരു വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന മാർക്കറ്റ് എന്ന് തോന്നും. ഈ ഒരു ചെറിയ കണ്ടില്ലേ ബോട്ട്, പല ബോട്ടുകളുണ്ട്. അതിൻ്റെ ആ കരയിൽ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇതൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും വാങ്ങിക്കാമെന്നാണ് പറഞ്ഞത്. ഇച്ചിരി വില കുറവുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. കുറേ സാധനങ്ങളൊക്കെ നോക്കി ഓടിച്ച്. ഒന്നിന് സമയമില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങണം. അവിടെ ചെന്ന് ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും പിന്നെ പോകാൻ പറ്റുന്നില്ലല്ലോ. നമ്മളിവിടെ ഇത്രയും മെനക്കെട്ട് വന്നപ്പം ഇനിയിപ്പം ഓരോ കടയിലും ഓരോ തുണികളും എല്ലാം ഞെരടി വിലയും ചോദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഇഷ്ടം പോലെ കടകൾ. ഇത്രയും കടകൾ ഞാൻ വേറെ കണ്ടിട്ടില്ല. അപ്പോൾ ഇക്കരെ ഞാൻ ഇങ്ങനെ
ബോട്ടിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു ബാൻഡ് ട്രൂപ്പ് വള്ളത്തിൽ ഒഴുകി നടക്കുന്ന ബാൻഡ് ട്രൂപ്പിനെ കാണാൻ പറ്റി. ഇതൊക്കെ ഇവിടെ വന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. എന്ത് രസമായിരിക്കും ഇതൊക്കെ കാണാൻ. പിന്നാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെയും വന്നു മുതലയിറച്ചി. പിന്നെ അത് ഞാൻ ഒരു സ്റ്റിക്ക് വാങ്ങിച്ച് അത് നടന്ന് കഴിച്ചു. ഇന്നത്തെ ഞങ്ങളുടെ 3-ാം ദിവസത്തെ പരിപാടി കംപ്ലീറ്റ് തീർന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെയും ഇവിടെ ബസ് കടന്നു പോകുന്നുണ്ട്. ഈ സമയം വരെയും ഞങ്ങൾ അടിച്ചു പൊളിക്കുകയായിരുന്നു. രാവിലെ തന്നെ ജെംസ് ഗാലറി പോയി, ഒത്തിരി പറയാനുണ്ട്. ഗാർഡനിൽ പോയി, ചാൻസും ഗാർഡനിൽ, പിന്നെ ആനയുടെ ഷോ കണ്ടു. അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആന എന്നെ എടുത്ത് ബുക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു അൽക്കഷ ഷോ പോലെ തന്നെ ഇവിടെയും ഒരു ഷോ ഉണ്ടായിരുന്നു. അത് നല്ല സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയി കുറേ സാധനങ്ങളൊക്കെ ഞെരടിയൊക്കെ നോക്കിയെങ്കിലും വിലയൊക്കെ ഭയങ്കര കൂടുതലായിട്ട് ഞാൻ അധികമൊന്നും മേടിച്ചില്ല. ഇന്ന് ഞാൻ ഇത് ഫിഷിൻ്റെ ഗ്രില്ല് ചെയ്ത് സ്റ്റിക്ക് മേടിച്ച് ഒരെണ്ണം കഴിച്ചു. എല്ലാം നല്ല സൂപ്പറായിരുന്നു. ഇനി തെളിനെയൊക്കെ അവിടെ ഇരിപ്പുണ്ട്, പക്ഷേങ്കിൽ ഇതുവരെ ഒന്നും മേടിക്കാൻ പറ്റിയില്ല. അത് ബുദ്ധിമുട്ട് തോന്നി. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ സ്റ്റിക്കറൊക്കെ കളയുക. ഇന്നത്തെ സ്റ്റിക്കറായിരുന്നു ഇത്. ഓക്കെ, ഇനിയിപ്പം ഇത് ലഞ്ച് ഡിന്നർ കഴിക്കണം, ഉറങ്ങണം. രാവിലെ ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് പാക്ക് ചെയ്ത് രാവിലെ ബാങ്കോക്കിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഓക്കെ.